കുരുക്ഷേത്രത്തിൻ്റെ വിശാലമായ യുദ്ധഭൂമിയിൽ രണ്ടു മഹാസേനകൾ നേർക്കുനേർ നിരന്നുനിന്നു. ശംഖുകൾ മുഴങ്ങി. യുദ്ധത്തിൻ്റെ നിമിഷങ്ങൾ അടുത്തെത്തി. അന്ന് പാണ്ഡവരുടെ മഹാവീരനായ അർജുനൻ തൻ്റെ രഥത്തിൽ നിന്ന് മുന്നോട്ടു നോക്കി. പക്ഷേ അവൻ കണ്ടത് ശത്രുക്കളെയല്ല, സ്വന്തം ഗുരുവായ ഭീഷ്മരെയും ആചാര്യനായ ദ്രോണനെയും, സ്വന്തം ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും. ഹൃദയം ഭാരമായി. അവൻ തൻ്റെ വില്ല് താഴെ വെച്ചു. രഥസാരഥിയായ കൃഷ്ണനെ നോക്കി പറഞ്ഞു, കൃഷ്ണ, എനിക്ക് ഈ യുദ്ധം ചെയ്യാൻ കഴിയില്ല. എൻ്റെ സ്വന്തം ആളുകളെ എങ്ങനെ ഞാൻ കൊല്ലും? അപ്പോൾ ശാന്തമായൊരു പുഞ്ചിരിയോടെ കൃഷ്ണൻ അർജുനനെ നോക്കി. അർജുന, നീ ദുഃഖിക്കുന്നത് ദുഃഖിക്കേണ്ടവർക്കല്ല. ആത്മാവ് ഒരിക്കലും നശിക്കുകയില്ല. ശരീരം നശിച്ചാലും ആത്മാവ് ശാശ്വതമാണ്. നിനക്കുള്ള അവകാശം നിന്റെ കർമ്മം ചെയ്യുന്നതിലാണ്. ഫലത്തെക്കുറിച്ച് ചിന്തിക്കരുത്. കൃഷ്ണന്റെ ഈ വാക്കുകൾ അർജുനന്റെ മനസ്സിൽ ഒരു പുതിയ ശക്തി നിറച്ചു. അങ്ങനെ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ലോകത്തെ വഴികാട്ടുന്ന ഗീതോപദേശം ആരംഭിച്ചു. മഹാഭാരതം.